ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ജലജയും ജാനകി അനാമികയും കൂടെ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പം ജാനകി പറയുന്നുണ്ട്, എന്തായാലും ഇതിലൊരു സംശയമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് തീർപ്പാക്കണം. അമ്മായിയമ്മ മരുമോളുമായിട്ട് സ്നേഹമാണോ എന്നുള്ള കാര്യം ഇന്ന് അറിയണമെന്ന് പറയും. അതിങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് നമ്മളെ കളിപ്പിക്കുകയാണോ എന്നൊരു സംശയം നമുക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനുടനെ ജലജ പറയും, എൻ്റെ മോനാണെങ്കിൽ എന്തെല്ലാം തരാമെന്ന് പറഞ്ഞ് ഇവിടെ വാഗ്ദാനങ്ങളുടെ ബഹളമല്ലേ, പക്ഷേ ഇതുവരെ ഒരു ബ്രാഞ്ച് പോലും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും അനാമിക പറയും, ശരിയാ, അനിയെക്കാട്ടിലും പക്വതയുള്ളതാണ് അഭിയേട്ടന്. അപ്പോൾ അഭിയേട്ടനൊരു കുറേയൊക്കെ ബ്രാഞ്ചൊക്കെ ഏൽപ്പിക്കാം എന്നൊക്കെ പറയും. ഇതുവരെ ആരും ഒന്നും തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഉടനെ ജാനകി പറയും, മോളെ അതങ്ങനെയല്ല, ശരിക്കും അഭി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാരണം അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുന്ന ഉടനെ ജലജ പറയും, അപ്പം നിൻ്റെ മകനെ പറഞ്ഞത് നിനക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ പറയുന്നുണ്ട്, എന്തായാലും നയനെ അവിടെ പൂജ തുടങ്ങി കാണുമല്ലോ, നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ വെച്ച് ചില സത്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരോട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ആ സമയത്ത് നയന നിന്നിങ്ങനെ പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവയാനി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ദേവയാനി മനസ്സിലോർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈ ഭഗവാന്റെ വിഗ്രഹമൊക്കെ ശരിയാക്കി തന്നത് ഈ മോളാണ്, ഈ മോളെ തന്നെ എനിക്ക് മരുമോളായിട്ട് തന്നല്ലോ ഭഗവാനെ എന്നൊക്കെ. ആ സമയത്താണ് ജലജയും ജാനകിയും അനാമികയും അങ്ങോട്ട് വരുന്നത്. അപ്പം നയന പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ദേവയാനി ഇങ്ങനെ സന്തോഷത്തോടു കൂടി കൈകൂപ്പി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ജലജ പറയും, കണ്ടില്ലേ എന്തൊരു സന്തോഷം അവരുടെ മുഖത്ത് എന്ന് ചോദിക്കും. ഇന്ന് എന്നാലും കള്ളി പൊളിക്കണമെന്നുണ്ടെങ്കിൽ അനാമികയും പറയുന്നുണ്ട്. അന്നേരം പൂജ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും ഇങ്ങനെ ദീപമൊക്കെ തൊഴാനായിട്ട് കൊടുക്കുന്നുണ്ട് നയന. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, എല്ലാവരും ഇങ്ങനെ വന്നോ, ഒരു ദിവസം പോലും പൂജയ്ക്ക് പങ്കെടുക്കാറില്ലല്ലോ, പൂജയൊക്കെ കഴിയുമ്പോഴല്ലേ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കും. ഉടനെ ജലജ പറയും, അതെങ്ങനെയാണ് പൂജ ചെയ്യുന്നവരുടെ മനസ്സ് ശരിയാകണ്ടേ, അല്ലാത്തവർക്കൊക്കെ വന്ന് അവിടെ നിൽക്കാൻ തോന്നത്തില്ലല്ലോ എന്നൊക്കെ പറയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അല്ല, ഇവിടെ എല്ലാവരും അങ്ങ് കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരമാണല്ലോ, ഓരോരുത്തരും ഓരോരോ കള്ളത്തരങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് അതെല്ലാം മനസ്സിൽ വെച്ച് നടക്കുന്നു എന്നൊക്കെ പറയും. അപ്പം മുത്തശ്ശി ചോദിക്കും, നീ എന്താ മനസ്സിൽ വെച്ച് ഇങ്ങനെ പറയുന്നു? അന്ന് ജാനകി പറയും, ഇവിടെ പലരും പല കള്ളങ്ങരും പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഉടനെ ദേവയാനി പറയും, അല്ലെങ്കിലും അഭിയും നീയും കുറേ കള്ളങ്ങളൊക്കെ പറയാറും ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് ജലജ പറയും, ഞാൻ മാത്രമാണോ ഇവിടെ കള്ളം പറയുകയും ചെയ്യുന്നത്? നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പം തന്നെയാണെങ്കിലും ദേവേടത്തിയുടെ മനസ്സിൽ എന്തെല്ലാം കള്ളങ്ങളുണ്ട്, ദേവേടത്തി ഇപ്പം നയനെ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോഴത്തേന് അനാമികയും ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണല്ലോ, എന്നിട്ടും പിന്നെ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം ദേവയാനി പറയും, എൻ്റെ മകൻ ഇവളെ കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മാത്രം ഞാൻ ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, അല്ലാതെ എൻ്റെ ഒരു കാര്യം അതിനകത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് അനാമിക പറയും, എന്തിനാ വല്യമ്മ ഇങ്ങനെ നുണ പറയുന്നത്, വല്യമ്മ ഇവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കും. അത് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പമൊന്നും ചോദിക്കുന്നുണ്ട്. ഉടനെ ജലജ അങ്ങോട്ട് വന്നിട്ട് ദേവയാനിയുടെ കൈയെടുത്ത് നയനയുടെ തലയിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, ഈ പറഞ്ഞതെല്ലാം ശരിയല്ലെന്നും നയനെ ഞാൻ സ്നേഹിക്കുന്നില്ല എങ്കിൽ അതും ഇപ്പോൾ ഈ ഭഗവാന്റെ മുമ്പിൽ നിന്ന് സത്യം ചെയ്യാൻ പറയും. അന്നത്തെ തന്നെ മുത്തശ്ശി പറയും, ഇതെന്താ ഇങ്ങനെയൊക്കെ ഇവിടെ കൊച്ചു കുട്ടികളെ പോലെ സത്യം ചെയ്യിപ്പിക്കുകയും തലയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുന്നു, ദൈവത്തിന് മുമ്പിൽ സത്യം ചെയ്യിപ്പിക്കുന്നു, ഇതൊക്കെ എന്നെ ഇങ്ങനെയൊക്കെ നോക്കും, അല്ലെങ്കിൽ ഇവിടെ കൊച്ചു കുട്ടികളെ പോലല്ലേ ഇവിടെ പലരും ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്, അപ്പോൾ ഇതിൻ്റെ സത്യം അറിയേണ്ടതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയും. ഉടനെ ദേവയാനി പറയും, അമ്മയൊന്നും പറയണ്ടമ്മേ, ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്ന കേൾക്കുന്നുടനെ ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി എന്തെങ്കിലും കള്ള പറയുന്നെങ്കിൽ അതിൻ്റെ അനുഭവിക്കുന്നത് ഈ നയനയായിരിക്കും എന്നൊക്കെ പറയും. അതൊക്കെ എനിക്കറിയാമെന്ന് പറയും, എൻ്റെ കൈ അവളുടെ തലയിലിരിക്കുകയാണെന്ന് എനിക്കറിയാമെന്ന് പറയും. എന്തായാലും ഞാൻ ഇങ്ങനെ തലയിൽ കൈ വെച്ചുകൊണ്ട് നുണ പറയില്ലല്ലോ, അതും ഭഗവാന്റെ മുമ്പിൽ എന്നൊക്കെ പറയും. എന്തായാലും തലയിൽ കൈ വെച്ചിട്ട് ഇതുപോലെ നുണയൊന്നും പറയാൻ ശ്രമിക്കേണ്ടെന്ന് പറയുമ്പോഴത്തേന് ദേവയാനി പറയും, എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്, ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ലേ അറിയേണ്ടത്, ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് തല കൈ വെച്ച് തന്നെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ ജയേട്ടനെക്കാട്ടിലും എൻ്റെ ആദർശ മോനെക്കാട്ടിലും ഒരുപാട് ഞാൻ ഇവളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ദേവയാനി നയനെ കെട്ടിപ്പിടിച്ചും കരയാണ്. അത് കാണുമ്പോഴത്തേന് ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ജലജയും ജാനകിയും അനാമികയും എല്ലാം കൂടെ. ഇത്രയും അവർ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പം മുത്തശ്ശിക്കാണ് ഭയങ്കര സന്തോഷവും സങ്കടവും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇവർ കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ കാണുമ്പോഴത്തേന് മുത്തശ്ശി ഇങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നോക്കി നിൽക്കുന്നത്. എന്നിട്ട് പറയും, നിനക്കൊക്കെ എന്താ ഇത്ര അറിയേണ്ടത്, ഞാൻ എൻ്റെ മോളെ എന്താ സ്നേഹിക്കുന്നതെന്ന് അറിയണോ എന്നൊക്കെ ചോദിക്കും. അത് ഇനിയിപ്പം അമ്മായിമ്മയും മരുമോളും സ്നേഹത്തിലാണെന്നുള്ള കാര്യം പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം, അതിന് ഇപ്പം ഇത്രയും കള്ളങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു, ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയും. നമ്മളെല്ലാം ഒരു വീട്ടിൽ തന്നെയല്ലേ കഴിഞ്ഞുകൊണ്ടിരുന്നത്, എന്നിട്ട് പോലും പരസ്പരം എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ വന്നില്ലേ എന്നൊക്കെ ദേവയാനിയും പറയും.
ഞാൻ എൻ്റെ മരുമോളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മാത്രമല്ലേ നിങ്ങൾ തിരക്കുള്ളൂ, എന്ന് മുതലാണ് സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അത് ചോദിക്കുമെന്ന് പറയുമ്പോൾ ജലജ പറയും, ഒരു സമയത്ത് ആശുപത്രി കിടന്ന സമയത്ത് കരൾ കൊടുത്ത പെൺകുട്ടിയെ പോലൊരു മരുമോളെ എനിക്ക് മതിയെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ തിരക്കി നടന്നതല്ലേ. പിന്നെ ഈ മരുമോളെ സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് കരൾ തന്ന പെൺകുട്ടിയെ തപ്പുന്നുമില്ല തിരക്കുന്നുമില്ല എന്നൊക്കെ പറയും. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എല്ലാവരും എൻ്റെ പുറകെ വരാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ് ദേവയാനി. ഇവരെല്ലാം പുറത്തേക്ക് പോകുമ്പോഴത്തേന് നയന മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി ഇതൊന്നും പറയണ്ടായിരുന്നല്ലോ, എന്തിനാ ഇത്രയൊക്കെ തുറന്ന് പറഞ്ഞെന്ന്. മോളെന്താ ഈ പറയുന്നത്? എല്ലാ കാര്യങ്ങളും എന്തായാലും ദേവയാനി തുറന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ, എന്നാലേ കാര്യങ്ങളെല്ലാം തെളിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും പുറകെ ചെല്ലുകയാണ്. അപ്പോഴത്തേന് ദേവയാനി വീട്ടിലെ ടി വിയിൽ ഇവരുടെ അന്നത്തെ ആ അവാർഡ് ഫംഗ്ഷൻ്റെ വീഡിയോസൊക്കെ ഇട്ട് കാണിക്കുകയാണ്. അന്ന് ദേവയാനി സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അന്നേരത്തേന് നയനയും സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ദേവയാനി പറയും, എൻ്റെ മരുമോള് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു, ഞാൻ കരൾ തന്ന പെൺകുട്ടിയെ തപ്പി നടക്കുകയായിരുന്നു, നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നല്ലോ. ആ അന്വേഷണം ഞാൻ എത്തിച്ചത് അവസാനം എൻ്റെ മരുമോളിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ ആ ഫംഗ്ഷന് ഞാൻ എൻ്റെ മരുമോളോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ അന്ന് മുതൽ സ്നേഹിക്കാനും തുടങ്ങിയിരുന്നു എന്ന് പറയും. അപ്പം മുത്തശ്ശിക്ക് അങ്ങ് സങ്കടമാകട്ടെ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേന്. മുത്തശ്ശിയോടും പറയുന്നുണ്ട്, അമ്മ അന്നത്തെ ഫംഗ്ഷൻ്റെ ഇതൊന്നും കണ്ടില്ലായിരുന്നല്ലോ, കാണണമെന്ന് പറഞ്ഞില്ലായിരുന്നോ എന്നൊക്കെ. അമ്മയും കണ്ടോളാൻ പറയും. എന്നിട്ട് പറയും, ഞാൻ അന്ന് അവിടെ എല്ലാവരുടെയും മുമ്പ് വെച്ച് ഞാൻ സത്യം വിളിച്ച് പറഞ്ഞതാണ്. എൻ്റെ അന്ന് ആ വയ്യാതെ കിടന്ന സമയത്ത് എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നോ എന്ന് ചോദിക്കും. എനിക്ക് ജീവൻ പോകാൻ സമയത്തും എനിക്ക് കരൾ തന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചത് എൻ്റെ ഈ മരുമോളാണെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ജാനകിയും ജലജയും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നെ പറയും, അന്ന് എല്ലാവരും എന്നോട് ഇത് ആരാണെന്ന് പറഞ്ഞു തന്നില്ല, പക്ഷെ ഞാൻ അന്വേഷിക്കുക തന്നെ ചെയ്തു. അന്വേഷിച്ച അവസാനം കണ്ടെത്തുകയും ചെയ്തു സത്യം ആരാണെന്ന്. ഇത് എൻ്റെ മരുമോളാ ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന് ജലജയുടെ കഴുത്തിന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നിനക്ക് മതിയായോ എന്ന് ചോദിക്കും. എല്ലാ സത്യങ്ങളും എന്നെക്കൊണ്ട് പറയിപ്പിക്കണമെന്നല്ലായിരുന്നു, നിനക്ക് മതിയായില്ലടി, നിനക്കെല്ലാം മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. ഇനി എന്നെയോ എൻ്റെ മരുമോളെയോ ദ്രോഹിക്കാൻ ഒരെണ്ണം ഇറങ്ങിയേക്കരുതെന്ന് പറയും. ഞാനിത് ആരോടും ചോദിച്ച് മനസ്സിലാക്കിയതല്ല, സത്യമെല്ലാം അറിഞ്ഞ് തന്നെ ആണ് ഈ സംസാരിക്കുന്നത്. എൻ്റെ മരുമോളെ എനിക്കിനി സന്തോഷത്തോടു കൂടി സ്നേഹിക്കാമല്ലോ, നിങ്ങൾ ആരുടെയും മുമ്പ് വെച്ച് സ്നേഹിക്കാൻ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഇനി മുതലേ എനിക്ക് എൻ്റെ മരുമോളെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും. അതിന് അനാമിക മോൾ കേട്ടോണം, ഇതുപോലൊരു മരുമോളെ ഈ ലോകത്ത് കിട്ടത്തില്ല, എനിക്ക് കിട്ടിയതുപോലെ. മോളെ താത്ത് പറയുകയാണെന്ന് വിചാരിക്കേണ്ട, എന്നാലും നിങ്ങളൊക്കെ സ്നേഹിക്കുന്നത് വാക്കുകൊണ്ടാണല്ലേ, പക്ഷെ ഞാൻ എൻ്റെ മരുമോൾ എന്നെ സ്നേഹിക്കുന്നതും ഞങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നയന മോളെ ഇത്രയ്ക്കും സ്നേഹം. മുത്തശ്ശനാണെങ്കിലും നയനയെയാണ് ഈ വീടിൻ്റെ താക്കോൽ ഏൽപ്പിച്ചതിന് കാരണം. മോളാണ് ഈ വീടിൻ്റെ ഓരോ കാര്യത്തിന് വേണ്ടിയും മുന്നിട്ടിറങ്ങി നിൽക്കുന്നതും വീടിൻ്റെ കെട്ടുറപ്പിന് വേണ്ടിയും എല്ലാ കാര്യത്തിനും വേണ്ടി ഇങ്ങനെ നിലയുറപ്പിക്കുന്നതും എൻ്റെ മരുമോളാണ്. അതുകൊണ്ട് എൻ്റെ മോളെ വിട്ടില്ലെങ്കിൽ ഒരിക്കലും കളിയുമില്ല എന്ന് പറഞ്ഞിട്ട്, വാ മോളെ എന്ന് പറഞ്ഞിട്ട് നയനയെ വിളിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്ക് പോവുകയാണ് ദേവയാനി. അന്നേരത്തേന് എല്ലാവർക്കും അങ്ങ് ഭയങ്കര ഷോക്കായി നിൽക്കുകയാണല്ലോ. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായല്ലോ, സത്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ച പോലെ എല്ലാവരുടെയും വയറ് നിറഞ്ഞില്ലേ, ഇനി പൊക്കോളാൻ പറയും. അപ്പോഴത്തേന് ജലജയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് ഒട്ടും സഹിച്ചില്ല കേട്ടോ, ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ജലജ. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.